ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ആണ്, ഹനുമാനും ശ്രീകൃഷ്ണനും തമ്മിൽ യുദ്ധം ചെയ്താൽ ആരായിരിക്കും വിജയിക്കുക ബ്രോ, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്നു. ഓഫ് കോഴ്സ് ഹനുമാനും ശ്രീകൃഷ്ണനും തമ്മിൽ യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഹനുമാൻ ആയിരിക്കും വിജയിക്കുക. ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എങ്കിലും അത്തരത്തിലൊരു സാഹചര്യം സംജാതമായപ്പോൾ വിജയ സാധ്യത ഹനുമാന് തന്നെയായിരുന്നു. കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനകത്ത് കണ്ടന്റ് ക്ഷാമം നേരിടുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇതിനകത്ത് വല്ലപ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ, മറ്റേ ചാനലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആസ് ഏർലിയസ്റ്റ് പോസിബിൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് ദൂരീകരിക്കാൻ ശ്രമിക്കാം. ഹനുമാനും ശ്രീകൃഷ്ണനും തമ്മിൽ യുദ്ധം ചെയ്യാൻ സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയർ കേസാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ സാഹചര്യം വരികയുള്ളൂ. അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ടും സാഹചര്യം വരില്ല എന്നല്ല. സാഹചര്യം ഒരിക്കൽ വന്നിട്ടുണ്ട്. ഹനുമാൻ ജനിച്ചത് ത്രേതായുഗത്തിലാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് മരണമില്ല. ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും എല്ലാം ചിരഞ്ജീവിയായ ഹനുമാനുണ്ട്. അതുകൊണ്ട് യുഗങ്ങളുടെയും അവതാര കാലഘട്ടത്തിന്റെയും വ്യത്യാസം വെച്ച് അതിനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ശ്രീകൃഷ്ണൻ ദ്വാപര യുഗത്തിന്റെ അവതാരമാണ്. ഇത്തരത്തിലൊരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. എന്തുകൊണ്ട് ശ്രീകൃഷ്ണനും ഹനുമാനും തമ്മിൽ യുദ്ധം ചെയ്താൽ ഹനുമാൻ വിജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലരുടെയൊക്കെ വിശ്വാസം ഇങ്ങനെയാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹനുമാൻ ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യില്ല എന്ന്. വെറുതെയാണ്. ഹനുമാന് ശ്രീകൃഷ്ണൻ ആരാ എന്നതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ഗോഡ് മഹാവിഷ്ണു പോലും അല്ല, ശ്രീരാമനാണ്. അതുകൊണ്ട് അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കണ്ടം വഴി ഓടിക്കും. ഓടിച്ച ചരിത്രം ഉണ്ടേ. അപ്പം ചരിത്രകഥ എന്താണെന്ന് പറയാം. ദ്വാപര യുഗത്തില് ശ്രീകൃഷ്ണന്റെ വംശം വളരെ പവർഫുൾ ആണ്. ഹസ്തനപുരത്തിലുള്ള ആളുകൾ ഇവരോട് സാമന്തരെ പോലെയൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. ശ്രീകൃഷ്ണന്റെ ചേട്ടനായിട്ടുള്ള ബലരാമൻ ലോക അഹങ്കാരിയായിട്ട് നടന്നിരുന്ന സാഹചര്യമായിരുന്നു. ബലരാമനെ തോപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല, കാരണം അത്രയ്ക്ക് പവർഫുൾ ആണ് ശ്രീകൃഷ്ണനും ബലരാമനും എല്ലാം. ഹസ്തനപുര സാമ്രാജ്യത്തിനെ മുഴുവൻ തന്റെ കലപ്പയിൽ തൂക്കിയിട്ടുകൊണ്ട് നടക്കാനുള്ള പവർ ബലരാമനുണ്ട് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഹസ്തനപുരം വളരെ ഒരു സൗഹൃദ അന്തരീക്ഷമാണ് ഹനുമാനുമായിട്ടല്ല യാദവ വംശമായിട്ട് വെച്ച് പൊക്കൊണ്ടിരുന്നത്. ദുര്യോധനൻ വന്ന് ബലരാമന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അങ്ങനെ ഒരു സൗഹൃദ അറ്റ്മോസ്ഫിയർ വെച്ചു പോകാനാണ് അവർ ആഗ്രഹിച്ചത്. അങ്ങനെ ഇരിക്കെ ഇവരുടെ അഹങ്കാരവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗരുഡന് അഹങ്കാരം കൂടി വരുന്നുണ്ട്. പക്ഷിരാജാവായിട്ടുള്ള ഗരുഡന് ശ്രീകൃഷ്ണന്റെ വാഹനമാണല്ലോ താൻ, മഹാവിഷ്ണുവിന്റെ വാഹനമാണല്ലോ, അഹങ്കാരമുണ്ട്. ശ്രീകൃഷ്ണന്റെ വൈഫായിട്ടുള്ള സത്യഭാമയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ഞാനാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ അഹങ്കാരമുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ദേവഋഷിയായിട്ടുള്ള നാരദര് വന്നു. നാരദരെ ഗരുഡൻ പുച്ഛിച്ചു വിട്ടു. എന്തോ പറയുമ്പോൾ ഗരുഡൻ കേട്ടില്ല. ഈ ഏഷണിക്കാരനായിട്ടുള്ള സന്യാസിയൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല, ഇവനുണ്ടായിപ്പാണ് പണ്ടേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ നാരദൻ മഹാവിഷ്ണുവിന്റെ ഭക്തനായല്ലോ. അപ്പം ശ്രീനാരായണന്റെ, അതായത് ശ്രീകൃഷ്ണന്റെ അടുത്ത ആളായതുകൊണ്ട് തന്നെ പരാതി പറയാൻ കൃഷ്ണന്റെ അടുത്തേക്ക് വന്നു. കൃഷ്ണൻ പറയുന്നുണ്ട്, ഓക്കെ, എന്ത് ചെയ്യാനാ, അപ്പം നീ പോയി ഭാമയോട് പരാതി പറ. ഭാമയോട് പരാതി പറയാൻ പോയപ്പം ഭാമ മൈൻഡ് പോലും ചെയ്തില്ല. ഭാമ മൈൻഡ് പോലും ചെയ്യാതെ നാരദനെ ആട്ടിവിട്ടു കഴിഞ്ഞപ്പം, എന്ത് ചെയ്യാനാ മോനെ നാരദ, നീ ഇനി ഒരു കാര്യം ചെയ്യ്, കദളി വനത്തിൽ പോയിട്ട് ഹനുമാനെ ഒന്ന് കൂട്ടിക്കൊണ്ടോ, മറ്റുള്ളവരെ പോലെ നിന്നെ പുച്ഛിച്ചൊന്നും ഇടത്തില്ല, നമ്മുടെ പവറിലൊക്കെ ഹനുമാന് ഭയങ്കര ഇംപ്രഷൻ ഉള്ളതാ, ഹനുമാൻ എന്തായാലും നിന്റെ കൂടെ വരുമെന്ന്. ഇതേ സാഹചര്യത്തിൽ തന്നെ ബലരാമനോട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബലരാമന് ഈഗോ കൂടി വരുവാണ്. പവർഫുൾ ആണല്ലോ, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന പോലെ ബലരാമന് ശക്തി കൂടി വരും തോറും പുള്ളിയുടെ അഹങ്കാരവും കൂടി വരുവാണ്. എല്ലാ പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബലരാമനിലേക്ക് പ്രശ്നങ്ങളൊന്നും എത്തുന്നില്ല. ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്ന ആളുകൾ പരാതിയെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ബലരാമനും ഒരു ഈഗോ അടിക്കുന്നു. ഞാനൊരു രാജാവായിട്ട് സാമ്രാജ്യ വിസ്തൃതിയുടെ ആവശ്യമില്ല, കാരണം എല്ലാവരും എന്നെ കാണുമ്പോൾ യുദ്ധം ചെയ്യാതിരിക്കുവാണ്, പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനില്ല, ലോക്കൽ പ്രശ്നങ്ങളെല്ലാം കൃഷ്ണൻ പരിഹരിച്ചു വിടുന്നു. അപ്പം ഞാൻ രാജാവായിട്ടിരിക്കുമ്പോൾ എൻ്റെ അനിയനായ കൃഷ്ണൻ വന്ന് പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു നാണക്കേടല്ല. അപ്പം കൃഷ്ണനെ വിളിച്ച് പറയുന്നുണ്ട്, മോനെ നീ രാജ്യകാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, നീ പെൺപിള്ളേരുമായിട്ട് ഗോപികമാരുമായിട്ട് അടിച്ചു പൊളിച്ച് നടന്നാൽ മതി, നിനക്ക് അതാ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. ശ്രീകൃഷ്ണൻ പറയും, ഓക്കെ ഏട്ടാ, എനിക്ക് ഒന്നാമതേ വയ്യ, ഈ വലിയ കാര്യങ്ങളൊന്നും ഇടപെടാൻ വയ്യ, ചേട്ടൻ എന്നെ ഫ്രീ ആയിട്ട് വിട്. ഓക്കെ, ശ്രീകൃഷ്ണൻ ഫ്രീ ആയി. ഇതെല്ലാം കണക്ട് ചെയ്യണേ. ഞാൻ പറഞ്ഞ ഭാമയുടെ കാര്യവും ഗരുഡന്റെ കാര്യവും ബലരാമന്റെ കാര്യവും ഇവരെല്ലാം തോപ്പിക്കാനാണ് ഹനുമാനെ കൊണ്ടുവരുന്നത്. ഇവരുടെ എല്ലാം അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഹനുമാനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കണക്ടിങ് ഫാക്റ്റാണ് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നാരദൻ കദളീവനത്തിൽ പോയി ഹനുമാനെ വിളിക്കാൻ പോകുന്നത്. ഹനുമാനെ വിളിക്കാൻ പോകുമ്പം ഹനുമാന്റെ അടുത്തെന്ന് പറയാണ്, അല്ലയോ വാനര ശ്രേഷ്ഠ, അല്ലെങ്കിൽ കബീന്ദ്ര, നിന്നെ ഭൂലോകനാഥനായിട്ടുള്ള ശ്രീനാരായണൻ വിളിക്കുന്നുണ്ട്. അപ്പം പറയും, അതായത് ശ്രീകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. അപ്പം ഹനുമാൻ അവിടെ രാമനാമം ജയിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഉറക്ക ചെന്ന് സംസാരിച്ച് ഇയാളെ ഉണത്തി കഴിയുമ്പോൾ ഹനുമാൻ എഴുന്നേറ്റ് ചോദിക്കും, ഏതവനാണ് ഈ ശ്രീകൃഷ്ണൻ? ഇവനെ എനിക്കറിയാം, ഇവൻ മറ്റേ ശ്രീകൃഷ്ണന്റെ ഡ്രൈവർ, ശ്രീകൃഷ്ണനല്ല, അർജുനന്റെ തേരിന്റെ തേരാളി, ഇതിനപ്പുറത്തേക്ക് വലിയ സാധനമൊന്നുമില്ല. ഇവനെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇവൻ അർജുനന്റെ ചാരിയറ്റിന്റെ ഡ്രൈവറാണ്, ഇതിനപ്പുറത്തേക്ക്
കൃഷ്ണൻ എന്ന് പറയുന്നവന് വലിയ റോളൊന്നുമില്ല, എനിക്ക് അവനെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല, പോയി പണി നോക്കാൻ പറയും. അപ്പം ഹനുമാനോട് ഉടക്കാൻ പറ്റത്തില്ലല്ലോ, ഹനുമാനോട് ആർക്കും ഉടക്കാൻ പറ്റത്തില്ല. ശിവപുരാണം അനുസരിച്ച് ശിവന്റെ ആദ്യ ജന്മം ഒരു വാനരനായിട്ടാണ്, അതിന്റെ ശിവാംശമാണ് ഹനുമാനെ ആർക്കും അങ്ങനെ നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ശിവന്റെ അംശവും അവതാരവും ഒക്കെയാണ് ഹനുമാൻ. ഈ ശിവാംശത്തിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. മഹാവിഷ്ണുവിന് പോലും ശിവാംശത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ. അതവിടെ നിൽക്കട്ടെ, നമ്മൾ കഥ പറയല്ലേ. പക്ഷെ എങ്ങനെയെങ്കിലും ശ്രീകൃഷ്ണൻ പറഞ്ഞല്ലേ ഹനുമാനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഹനുമാന്റെ അടുത്തിരുന്നിട്ട് നാരദൻ രാമനാമം ജപിച്ചു. രാമനാമം ജപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹനുമാൻ കണ്ണടച്ചിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ രാമനാമം അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടുപോകും. അങ്ങനെ ഹനുമാനെ ഈ രാമനാമം ജപിച്ച് ഇങ്ങനെ ആവാഹിച്ച് കൊണ്ടുപോകുന്ന പോലെ രാമനാമം ജപിച്ച് നാരദൻ വീണമീട്ടി അങ്ങ് കൊണ്ടുപോയി. അപ്പം ഹനുമാൻ കൂടെ അങ്ങ് ചെയ്ത് കണ്ണടച്ചിരുന്ന്. അയാള് കണ്ണ് തുറന്നു നോക്കിയപ്പം ആള് കദളീവനത്തിലല്ല ഇരിക്കുന്നത്, അങ്ങ് ദ്വാരകയിലാണ്, ശ്രീകൃഷ്ണന്റെ ദ്വാരകയിലാണ്. അപ്പം എന്നെ ആരാൾ അവിടെ പട്ടിച്ച് കൊണ്ടുവന്നത് എന്നോർത്തിട്ട് ഹനുമാൻ അവിടെ വയലൻ്റായി തുടങ്ങി. അപ്പം ദ്വാരകയിലെ ഉദ്യാനപാലകന്മാരെല്ലാം കൂടെ വന്നു ആരെ പിടിക്കാൻ? ഹനുമാനെ. ഒറ്റയ്ക്ക് ലങ്ക കത്തിച്ചവനെയാണ് ദ്വാരകയിലെ ഉദ്യാനപാലകന്മാർ ചെല്ലുന്നത്. എല്ലാ അണത്തെയും അടിച്ച് തൂഫാനാക്കി വിടുന്നു. അപ്പം ബലരാമന്റെ അഹങ്കാരം ശ്രമിപ്പിക്കണ്ടേ? അതിനു മുമ്പേ ആദ്യം തന്നെ നാരദനെ പുച്ഛിച്ചു വിട്ട ഗരുഡനുണ്ടല്ലോ, ഗരുഡനും ആരെയും തോൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഭയങ്കര മെയിനാണ്, ഞാൻ എല്ലാണത്തിനെയും തോൽപ്പിക്കുന്ന ആളാണ്, മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. അപ്പം ആണ്ടേ ഗരുഡൻ വരുവാണ്. മറ്റേനകത്ത് ജഡായുവാണേ. ജഡായുവിനെ ആർക്കറിയാം? ഹനുമാൻ അറിയാം, പക്ഷെ ഗരുഡൻ അറിയില്ല. വേറെ വാഹനമാണ്, അവതാരത്തിലും യുഗങ്ങളിലും വ്യത്യാസം ഉണ്ടെന്ന് അറിയുന്നത്. ആദ്യം തന്നെ പക്ഷിരാജാവായിട്ടുള്ള ഗരുഡൻ ഹനുമാന്റെ അടുത്ത് യുദ്ധത്തിന് എല്ലുന്നു. ഹനുമാൻ അടിച്ച് തൂഫാനാക്കി വലിച്ചു കീറി 4 മൂലക്കാറ്റിടുന്നു. തീർന്നു. അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി ഉദ്യാനപാലകന്മാരെല്ലാം കൂടെ പോയി ബലരാമനെ വിളിക്കുവാണ്. അല്ലയോ പ്രഭു, ഒരു വാനരം വന്നിട്ട് നമ്മുടെ ദ്വാരകയിൽ ഉദ്യാനങ്ങൾ മൊത്തം അടിച്ചു തകർത്തു, അവിടുത്തെ വൃക്ഷങ്ങളെല്ലാം തൂക്കിയെടുത്ത് അടിക്കുന്നത്, എന്താ നടക്കണമെന്നും അറിയത്തില്ല. അപ്പോൾ ബലരാമൻ, എൻ്റെ സാമ്രാജ്യത്തെ ഏതോ ഒരു കുരങ്ങൻ കയറി വന്ന് കളിക്കുന്നെന്ന് പറഞ്ഞാൽ അവൻ നിസ്സാരക്കാരനൊന്നുമല്ലല്ലോ. എൻ്റെ 2 ഉദ്യാനപാലകന്മാരെ വിചാരിച്ചാൽ തന്നെ ഒരു കുരങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും, പക്ഷെ എന്തുകൊണ്ട് ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല? അവനെ തൂക്കണം എന്ന് പറഞ്ഞ് ബലരാമൻ യുദ്ധം ചെയ്യാൻ പോയി. ബലരാമനും ഹനുമാനും കൂടെ അടിയോടടി. നോട്ട് ദ പോയിന്റ്. ശ്രീകൃഷ്ണനെ പോലെ തന്നെ ബലരാമനും മഹാവിഷ്ണുവിന്റെ അംശാവതാരമാണ്. ആ അംശാവതാരത്തിനെ ഹനുമാൻ വലിച്ചു കീറി 4 മൂലയിലൊട്ടിച്ച് അടിച്ച് അച്ചാറാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ വരുന്നത്. ശ്രീകൃഷ്ണന് ആര്യം മനസ്സിലാവും, എന്ത്, ഇത് ഹനുമാനാണ് മക്കളെ, ഞാൻ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, എന്നെയും ഇവൻ പിടിച്ചൊടച്ച് വിടും. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം കരുതുന്നത് ശ്രീകൃഷ്ണന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ എന്താണ്? സുദർശന ചക്രമാണ്. ശ്രീകൃഷ്ണൻ ഒരു കിടിലൻ പൊളിറ്റീഷ്യനാണ്. ചർച്ചയിലൂടെ കാര്യങ്ങളെ പരിഹരിക്കാൻ അറിയാം, തന്ത്രങ്ങളിലൂടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാം. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ ഭക്തിയുടെയും നന്മയുടെയും പ്രതീകം മാത്രമല്ല, കരുത്തിന്റെ, മൈറ്റിയുടെ പവറും കൂടിയാണ്. സോ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. കായബലം കൊണ്ട് ഒരിക്കലും ശ്രീകൃഷ്ണന് ഹനുമാനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എടുത്ത് അടിച്ചു വിടും. ഇനി ആകെയുള്ള സാധനം സുദർശന ചക്രമാണ്. സുദർശന ചക്രം ഉപയോഗിച്ചിട്ടും ഹനുമാനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുടെ മുന്നിൽ ഭക്തിയോടുകൂടി തല കൂപ്പുന്ന പരിപാടി അദ്ദേഹത്തിനുണ്ട്. അപ്പം വിഷ്ണുരൂപം പൂണ്ടാലല്ലേ ആളിന്, മഹാരൂപം പൂണ്ടാലല്ലേ സുദർശന ചക്രം വിടാൻ പറ്റുള്ളൂ. സുദർശന ചക്രം വിടുമ്പോൾ സ്വാഭാവികമായിട്ടും സുദർശന ചക്രത്തിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് ആര് ശിരസ് കുമ്പിട്ടാലും അവരെ കൊല്ലാതെ വിടുന്ന ഒരു പതിവ് സുദർശന ചക്രത്തിനുണ്ട്. അതുകൊണ്ട് അഹങ്കാരികളല്ലാത്തവർ സുദർശന ചക്രത്താൽ മരിക്കപ്പെടില്ല എന്നൊരു സാധനമുണ്ട്. ഹനുമാൻ അഹങ്കാരി അല്ലാത്തത് കൊണ്ടും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ടത് കൊണ്ടും ഹനുമാനെ ഒരു കാരണവശാലും സുദർശന ചക്രം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. പിന്നെ അടിക്കാൻ ചെന്നാൽ എന്താണ് റിസൾട്ട് എന്നറിയാമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണ്, മക്കളെ, കളി നടക്കത്തില്ല, സീതാരാമ സമേതത്തിലല്ലാതെ അവൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല എന്ന് പറയും. അങ്ങനെ ശ്രീകൃഷ്ണൻ മറ്റേ സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കാരം ഉണ്ടായിരുന്ന സത്യഭാമയുണ്ടല്ലോ, നാരദനെ പുച്ഛിച്ചു വിട്ട് നാരദര് സത്യഭാമയെ വിളിക്കാൻ പോയപ്പോൾ തന്റെ സൗന്ദര്യം ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണന്റെ ഭാര്യമാരിൽ ഒരാളായ സത്യഭാമയും സത്യഭാമ സീതാരൂപത്തിൽ അങ്ങോട്ട് ചെല്ലുവാണ്. ഹനുമാൻ കണ്ട വഴി ഓടിക്കും. ഏതാണ് ഇവള്, ഏതാ ഒരുത്തി മേക്കപ്പെട്ടുകൊണ്ട് വന്നതാണ് സീതയുടെ രൂപത്തിൽ, ഇവള് സീതാദേവി ഒന്നും ഇല്ല, ഓടിക്കും. അങ്ങനെ അവസാനം ശ്രീകൃഷ്ണൻ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ നേരിട്ട് ഹനുമാനെ തോൽപ്പിക്കുക എന്നത് സാധ്യമല്ലാത്തത് കൊണ്ട് ശ്രീരാമ അവതാരം അല്ലെങ്കിൽ ശ്രീരാമ രൂപം പൂണ്ട് അവിടെ പോയി കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ശ്രീരാമ രൂപത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം ഹനുമാൻ കാലുതൊട്ട് വന്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണനും ഹനുമാനും തമ്മിലൊരു പോരാട്ടം വന്നു കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് വിക്ടറി ഹനുമാന് തന്നെ ആയിരിക്കും.
അപ്പം അതാണ് മറ്റേ കമൻറ്റിൽ വന്ന സംശയം. അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ക്ലിയർ ആവണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഒരുപാട് ലിമിറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. കാര്യം ഈ മഹാഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 28,000 പേജുള്ള ഒരു ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിനകത്ത് തന്നെ 6,000-7,000 പേജുകളുള്ള ടെക്സ്റ്റിൻ്റെ എക്സ്പ്ലനേഷനുകളാണ് നമ്മളെല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരുപാട് വലിയ സാധനമാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് അനുബന്ധ കഥകൾ ചേരുന്നുണ്ട്. പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ അങ്ങ് പോകും. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ശിവാംശമാണ്, ശിവാവതാരമാണ്. യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ശിവാംശമായ ഹനുമാനെ തോൽപ്പിക്കാൻ ശ്രീകൃഷ്ണന് പറ്റില്ല.